ഹലോ ഫ്രണ്ട്സ്, ഫിൻടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പലരും ക്രെഡിറ്റ് കാർഡുകൾ എന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെൻറ്റിൽ സാധനം വാങ്ങാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് മാത്രമാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള യൂസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാതെ പലരും ഇത് ഉപയോഗിക്കുകയും എന്നിട്ട് അതിനുശേഷം വലിയ വലിയ കടക്കെണിയിലേക്ക് വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവസാനം അതിൻ്റെ പേയ്മെൻറ്റ് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വലിയ വലിയ ലോണുകളൊക്കെ എടുത്തിട്ടാണ് പലരും ക്രെഡിറ്റ് കാർഡൊക്കെ ക്ലോസ് ചെയ്യുന്നത്. മാത്രമല്ല പലർക്കും ക്രെഡിറ്റ് കാർഡ് ഒരു വില്ലനായിട്ടാണ് എത്തുന്നത്. സാലറീഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് പോലും ഇന്ന് ക്രെഡിറ്റ് കാർഡുകൾ എടുക്കാനായിട്ട് ഭയപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് എഫക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയാത്തത് തന്നെയാണ്. ഇത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ അറിയുന്ന ഒരാൾക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് വേറെ ഉണ്ടാവില്ല. കാരണം ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു ലോൺ എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് വേറെ ഒന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ക്രെഡിറ്റ് കാർഡിനെ എങ്ങനെ വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതിൻ്റെ സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഫിൻടോക്സ്. ദിസ് ഈസ് അലക്സ് ജേക്കബ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് നമ്മുടെ കയ്യിലില്ലാത്ത പൈസ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഉപയോഗിക്കാനായിട്ട് ബാങ്ക് നമുക്ക് തന്നിരിക്കുന്ന ഒരു കാർഡിനെയാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ലോണാണ് സത്യത്തിൽ. ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഡെബിറ്റ് കാർഡൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ ATM മെഷീനകത്ത് നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസയാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നമ്മുടെ കയ്യിലില്ലാത്തൊരു പൈസ നമുക്ക് ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണമെങ്കിൽ നമ്മൾ സാധാരണ ലോൺ എടുക്കുമല്ലോ, അതൊരു കാർഡ് രൂപത്തിൽ നമുക്ക് തരുന്നു. പക്ഷേ അതിനൊരു ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് ഞാൻ പറഞ്ഞ പോലെ ഒരു ലോൺ ആയതുകൊണ്ട് എല്ലാ ലോണിനുള്ള പ്രോപ്പർട്ടീസ് ക്രെഡിറ്റ് കാർഡിനും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടീസ് എന്താണെന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഏതൊരു ലോണിനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോണിന് ഒരു മാക്സിമം എമൗണ്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു ലോണിന് ഒരു പലിശ നിരക്ക് ഉണ്ടായിരിക്കും. അതുപോലെ അത് തിരിച്ചടയ്ക്കാനുള്ള ഒരു സമയം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 3 പാരാമീറ്റേഴ്സും ക്രെഡിറ്റ് കാർഡിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു എമൗണ്ടിൻ്റെ ലിമിറ്റിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചില കാർഡുകളിൽ 50,000 ആയിരിക്കും, ചില കാർഡുകളിൽ അത് 75,000 ചിലപ്പോൾ 1,00,000 ആയിരിക്കും. അപ്പോൾ പലരുടെയും ജോലി അതുപോലെ തന്നെ അവരുടെ സാലറി ഒക്കെ അനുസരിച്ചായിരിക്കും ബാങ്കുകൾ ഇങ്ങനെയുള്ള ലിമിറ്റുകൾ നിശ്ചയിക്കുന്നത്. അപ്പോൾ അവരുടെ ജോലിക്ക് അനുസരിച്ച് പല ആളുകൾക്കും പല ലെവലിലുള്ള ഇപ്പം 2 lakhs 1 lakhൻ്റെ ഒക്കെ ക്രെഡിറ്റ് കാർഡുകൾ അവൈലബിൾ ആണ്. അത് പല ബാങ്കുകളും അവരുടെ ആ ഒരു സിബിൽ സ്കോറൊക്കെ നോക്കിയായിരിക്കും പലർക്കും ഈ കാർഡുകൾ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ക്രെഡിറ്റ് കാർഡിന് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു 50 ദിവസത്തോളം നമ്മൾ 1 രൂപ പോലും ക്രെഡിറ്റ് കാർഡിലെ പേയ്മെൻറ്റിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട എന്നുള്ളതാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതായത് ഒരു 30 ദിവസം അടങ്ങുന്ന ഒരു ബില്ലിംഗ് സൈക്കിൾ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഒരു 20 ദിവസം കൂടെയാണ് നമുക്ക് ബാങ്ക് തരുന്നത്. അപ്പോൾ ഈ ഒരു 50 ദിവസത്തിനുള്ളിൽ നമ്മൾ പേയ്മെൻറ്റ് ബാങ്കിന് തിരിച്ചു കൊടുത്താൽ നമുക്ക് 1 രൂപ പോലും ക്രെഡിറ്റ് കാർഡിൽ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണ്ട. അതായത് ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ജൂൺ 1 നടത്തുന്ന ഒരു ട്രാൻസാക്ഷന് ജൂൺ 30 നമുക്കൊരു ബില്ല് ലഭിക്കുന്നു. ആ എമൗണ്ട് നമ്മൾ ജൂലൈ 20 മുമ്പ് അടച്ചു തീർത്താൽ മതിയെന്നാണ് ബാങ്ക് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 50 ദിവസത്തോളമാണ് നമുക്കിവിടെ സമയം കിട്ടുന്നത്. പക്ഷേ ഇത് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജൂൺ 20 നിങ്ങളൊരു ട്രാൻസാക്ഷൻ നടത്തുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 ദിവസത്തിനുള്ളിൽ ജൂൺ 30 ഒരു ബില്ല് ലഭിക്കും. അപ്പോൾ ആ ബില്ല് നിങ്ങൾ പേ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 20 ദിവസം കൂടെ കിട്ടുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് അവിടെ 30 ദിവസത്തെ സമയമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ട്രാൻസാക്ഷൻ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എപ്പോഴും നിങ്ങളുടെ ബിൽ ഡേറ്റിൻ്റെ ബിൽ ഡേറ്റ് കഴിഞ്ഞുള്ള ഒരു ഫസ്റ്റ് 1 വീക്കിനകത്തൊക്കെ നിങ്ങൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ടൈം നിങ്ങൾക്ക് റോൾ ചെയ്യാനായിട്ട് ക്രെഡിറ്റ് കാർഡിൽ കിട്ടും. ഇതാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ് ഫ്രീ ടൈം എന്ന് പറയുന്നത്. ഇനി ഈ 50 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 50 ദിവസം കഴിഞ്ഞ് വരുന്ന ഓരോ ദിവസത്തിനും 36% മുതൽ 48% വരെ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾ പലിശ കൊടുക്കേണ്ടി വരും. അത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതാണ് ബാങ്കിൻ്റെ ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ പലർക്കും കോളുകൾ ഫോണിൽ വരുന്നുണ്ടാവും ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് നിർബന്ധിച്ചുകൊണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഷോപ്പിംഗ് മാളിൽ സിനിമ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ പലരും നമ്മുടെ പുറകെ കൂടി ക്രെഡിറ്റ് കാർഡ് വേണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ബാങ്കിന് കിട്ടുന്നത് വലിയ ഒരു എമൗണ്ട് ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. മാത്രമല്ല ബാങ്കുകൾക്ക് ഇങ്ങനെയുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരിക്കലും ഇങ്ങനെ കയ്യിൽ കാശില്ലാതെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് സാധനങ്ങൾ വാങ്ങാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് പലരും അവസാനം ഇത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസിലേക്ക് എത്തുമെന്നുള്ളത്
ബാങ്കിന് ഉറപ്പുള്ളത് കൊണ്ടും കൂടിയാണ് ബാങ്ക് ഇങ്ങനെയുള്ള ക്രെഡിറ്റ് കാർഡുകൾ നമുക്ക് തരുന്നത്. നമുക്ക് കപ്പാസിറ്റി ഉണ്ട് തിരിച്ചടയ്ക്കാൻ, പക്ഷെ പലപ്പോഴും നമ്മൾ ഡിഫോൾട്ട് ലിസ്റ്റിൽ വരുന്നതുകൊണ്ട് പലിശ അടക്കം തിരിച്ചടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെയാണ് ബാങ്ക് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾ ഈ ഒരു ഇൻട്രസ്റ്റ് പാർട്ട്, ക്രെഡിറ്റ് കാർഡിൻ്റെ ഈ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് പാർട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി ക്രെഡിറ്റ് കാർഡിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ക്രെഡിറ്റ് കാർഡിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50 ദിവസം നിങ്ങൾക്ക് പൈസ വളരെ ഈസി ആയിട്ട് റോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. അതായത് നിങ്ങൾ നടത്താൻ പോകുന്ന ഒരു ട്രാൻസാക്ഷൻസ്, അത് നിങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ആ പൈസ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാലറി അക്കൗണ്ടിൽ ആ പൈസ ഭദ്രമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 50,000 രൂപ നിങ്ങൾക്ക് ഒരു ട്രാൻസാക്ഷൻ ഒരു മാസത്തിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ 50,000 രൂപയുടെ ട്രാൻസാക്ഷൻ നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൽ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ എമൗണ്ട് ബില്ല് വരുന്ന സമയത്ത് നിങ്ങളുടെ ഡെബിറ്റ് അക്കൗണ്ടിൽ നിന്ന്, അതായത് നിങ്ങളുടെ നോർമൽ സേവിങ്സ് അക്കൗണ്ടോ സാലറി അക്കൗണ്ടിൽ നിന്നോ ഇത് ഡെബിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സമയത്ത് നിങ്ങൾക്കറിയാം, ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ഒരു 50 ദിവസത്തെ സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ 50 ദിവസവും നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ വലിയൊരു എമൗണ്ട് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് FD ആയിട്ട് നിങ്ങൾക്ക് ലോക്ക് ചെയ്തുകൂടാ. അതായത് ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിളിലാണെന്നുണ്ടെങ്കിൽ 50,000 രൂപയ്ക്ക് നിങ്ങൾ FD ആയിട്ട് ഏകദേശം ഒരു 30 ദിവസം നിങ്ങൾ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങളുടെ ബാങ്ക് നിങ്ങൾക്ക് ഒരു 5.5% മുതൽ 6% വരെ പലിശ തരുന്നുണ്ട്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾ ചിലവാക്കിയ പൈസ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിരിച്ചടയ്ക്കാൻ പറ്റാതെ ഈ ഒരു പർട്ടിക്കുലർ ദിവസമാണ് നിങ്ങൾ തിരിച്ചടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ ഒരു എമൗണ്ട് നിങ്ങൾ മറ്റു പല ആവശ്യങ്ങൾക്ക് റോൾ ചെയ്തിടാം. ചിലർ ഷെയർ മാർക്കറ്റിൽ റോൾ ചെയ്യുന്നവരുണ്ടായിരിക്കും, ചിലർ ബിസിനസ്സിൽ റോൾ ചെയ്യുന്നവരുണ്ടായിരിക്കും, ചിലർ വെറുതെ FD ഇട്ട് വയ്ക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് നിങ്ങളുടെ പൈസ കൂടുതൽ ഗ്രോ ചെയ്യാനായിട്ട് സഹായിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കാതെ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിലെ ആ ഒരു ബില്ല് നിങ്ങൾക്ക് പേ ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഇതാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് 50 ദിവസത്തേക്ക് ഏകദേശം നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ തന്നെയാണ് സത്യത്തിൽ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കിട്ടുന്നത്. അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സിബിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണ് ക്രെഡിറ്റ് കാർഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ ലോണൊക്കെ എടുത്തിട്ട് അതിൻ്റെ റീപേയ്മെൻ്റ് ഒക്കെ കൊണ്ടുവന്ന് നമ്മളൊരു ക്രെഡിറ്റ് ലിമിറ്റ് ഇംപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ വളരെയധികം ട്രാൻസാക്ഷൻസ് നടത്തുകയും ഒരു വട്ടം പോലും നമ്മൾ ഫെയിൽ ആവാതെ കറക്റ്റായിട്ട് നമ്മുടെ പേയ്മെൻറ്റ് തിരിച്ചടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അതായത് നമ്മളതിനെ സിബിൽ സ്കോർ എന്ന് പറയുമ്പോൾ ഈ സിബിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണ് ക്രെഡിറ്റ് കാർഡ്സ്. മാത്രമല്ല നമ്മൾ ഒരു ലോൺ പോലും എടുക്കാത്ത ഒരാളെ സംബന്ധിച്ച് ഒരു ബാങ്കിൽ പോയിട്ട് നമ്മളൊരു ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീപേയിങ് കപ്പാസിറ്റി നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് സ്കോർ ഇല്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് സാധാരണ നിങ്ങളുടെ ലോൺ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഒരു ലോൺ എടുത്തിട്ട് സിബിൽ സ്കോർ ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് സിബിൽ സ്കോർ ഉണ്ടാക്കുന്നതും അത് ഇമ്പ്രൂവ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് നിങ്ങളുടെ സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുമെന്നുള്ളത്. ഇനി നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഒരു മെഡിക്കൽ ഇൻഷുറൻസോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസോ നമ്മൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് വളരെയധികം യൂസ്ഫുൾ ആണ്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 50,000 അല്ലെങ്കിൽ ഒരു 1 lakh ഒക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ലോണായിട്ട് കിട്ടുന്നതുകൊണ്ട് ചിലപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ്റെ സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ കയ്യിൽ പൈസ ഉണ്ടാവില്ല, നമുക്ക് ചിലപ്പോൾ സാലറി വരാൻ ഒരുപാട് സമയം എടുക്കും, അല്ലെങ്കിൽ ക്യാഷ് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാനൊക്കെ ഒരുപാട് സമയം എടുക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആരുടെയും മുമ്പിൽ കൈ നീട്ടേണ്ട ആവശ്യമില്ല. ക്രെഡിറ്റ് കാർഡിൽ പേ ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം 50 ദിവസത്തെ സമയമാണ് കിട്ടുന്നത് ഈ ഫണ്ട് അറേഞ്ച് ചെയ്യാനായിട്ട്. അല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നടത്തിയ ഒരു ട്രാൻസാക്ഷനെ ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ പോലും ക്രെഡിറ്റ് കാർഡ്സ് ഇന്ന് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു എമർജൻസി ഫണ്ടായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്രെഡിറ്റ് കാർഡിൻ്റെ ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ചാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 36% മുതൽ 48% വരെയാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നമ്മളൊരു ഹൗസ് ലോൺ എടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 9%. അതുപോലെ തന്നെ നമ്മളൊരു പേഴ്സണൽ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പം അടയ്ക്കുന്നതെന്ന് പറഞ്ഞൊരു 13% മുതൽ 15% വരെ ആയിരിക്കും. അപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എത്ര ഹ്യൂജ് ആണെന്നുള്ളത് നിങ്ങൾക്ക്
മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കടബാധ്യതകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അടച്ചു തീർക്കേണ്ട കടബാധ്യത എന്ന് പറയുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ കടബാധ്യതയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രോസസ്സ് മനസ്സിലാണെങ്കിൽ ഞാൻ മുമ്പ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് മുകളിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇങ്ങനെയുള്ള ലോൺസൊക്കെ പെട്ടെന്ന് ക്ലോസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ ഒരു കടമുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം ക്രെഡിറ്റ് കാർഡിൻ്റെ ലോണാണ് നിങ്ങൾ അടച്ചു തീർക്കേണ്ടത്. ഇനി ക്രെഡിറ്റ് കാർഡിനെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞ സിബിൽ സ്കോർ തന്നെയാണ്. അതായത് നിങ്ങൾ ഒരു പ്രാവശ്യം കറക്റ്റായിട്ട് അടച്ചില്ല, അല്ലെങ്കിൽ നിങ്ങളൊരു ബില്ല് സമയത്ത് അടയ്ക്കാതെ ഒരു പിഴവ് വരുത്തി എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോറിനെ വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഒരിക്കലും സമയത്ത് പേ ചെയ്യാതെ ഇരിക്കരുത്. പലർക്കും അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. അതായത് ഏത് മോഡിലാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് അറിയാതെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞ ഡേറ്റിന് ട്രാൻസ്ഫർ ആവാതെ 2 ദിവസമൊക്കെ കഴിഞ്ഞ് പേയ്മെൻറ്റ് നടക്കുകയും അതിന് ബാങ്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുകയും ചെയ്ത പല സിറ്റുവേഷൻസും എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പേയ്മെൻറ്റ് മോഡ് പോലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മൾ മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്ത സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് മനസ്സിലാവും. അതിൻ്റെ ലിങ്കാണ് ഇപ്പോൾ മുകളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് മോഡ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും ഡിഫോൾട്ടർ ലിസ്റ്റിൽ വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ കറക്റ്റ് സമയത്ത് ക്രെഡിറ്റ് കാർഡ് ബിൽസ് കെട്ടാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു ഡിസഡ്വാൻറ്റേജ് അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ഒരു പ്രശ്നം എന്നുള്ളത് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ആണ്. അതായത് നമ്മൾ ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡ് വെച്ച് നടത്തുന്ന ട്രാൻസാക്ഷൻസിന് നമുക്ക് മൊബൈലിൽ ഒരു OTP വരും. അതുകൊണ്ട് തന്നെ അത് വളരെ സെക്യൂർ ആണ്. പക്ഷേ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസിന് നമ്മുടെ എന്തെങ്കിലും ഫോറക്സ് ട്രാൻസാക്ഷൻസ് ഒക്കെ നിങ്ങൾ നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരിക്കലും ഒരു OTP വരില്ല. പകരം നിങ്ങളുടെ CBV ആണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കാർഡിലെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളൊരു സൈറ്റിൽ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഡീറ്റെയിൽസ് തന്നെ ധാരാളം അത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഹാക്ക് ചെയ്ത് പോകാനായിട്ടും. ഇനി ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ക്യാഷ് വിഡ്രോവൽ എന്ന് പറയുന്നത്. അത് പലർക്കും ഇങ്ങനെ ഒരു ഓപ്ഷൻ ക്രെഡിറ്റ് കാർഡിൽ ഉണ്ട് എന്ന് തന്നെ അറിയില്ല. അതായത് നമ്മുടെ ഡെബിറ്റ് കാർഡ് പോലെ തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡിലെ പൈസ ATM പോയിട്ട് ക്യാഷ് ആയിട്ട് തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതിനൊരു ചെറിയ ലിമിറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു 1 lakhൻ്റെ കാർഡൊക്കെ ആണെങ്കിൽ ഒരു 15,000 to 20,000 വരെയൊക്കെ ചിലപ്പോൾ ക്യാഷ് ലിമിറ്റ് കൊടുക്കുന്ന കാർഡുകളൊക്കെ ഉണ്ടാവും. പല റേഞ്ച്, അതായത് കാർഡിൻ്റെ പ്രത്യേകതകളനുസരിച്ച് പല ബാങ്കുകളും പല കസ്റ്റമേഴ്സിനും പല റേഞ്ചുകളായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് വിഡ്രോവലിന് വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡിന് നോർമലി നിങ്ങൾ തിരിച്ചടക്കുന്നതിനും മുന്നേ തന്നെ അവർ നിങ്ങൾ ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കാനായിട്ട് പറയും. ഇത് പലരും ശ്രദ്ധിക്കാതെ വിട്ട് കളയും. അവസാനം വലിയൊരു എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഈ ക്യാഷ് ലിമിറ്റ് എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. പരമാവധി അത് ഒഴിവാക്കുക. വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ മാത്രം നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഇത് ഈ ക്രെഡിറ്റ് കാർഡുകളുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പോൾ ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ച് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ ആ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ ഓർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. മാത്രമല്ല ഇത് നിങ്ങൾ അറിയാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. അവരും നല്ല രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പഠിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതിൻ്റെ സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സോ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ അലക്സ് ജേക്കബ് സൈനിങ് ഓഫ്.